ലോകത്തിലെ ആദ്യത്തെ വനിതാ ബസ് ഡ്രൈവർ ആരാണെന്നറിയുമോ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജോലിസ്ഥലങ്ങളിൽ തുല്യനീതി ലഭിക്കാതിരുന്ന കാലത്ത്, സമൂഹം മാറ്റി നിർത്തപ്പെട്ടിരുന്ന കാലത്ത് തന്റെ ആഗ്രഹം നടപ്പിലാക്കുന്നതിനായി ചരിത്രം തിരുത്തിയെഴുതിയൊരു പെൺകുട്ടി. ബസ് ഡ്രൈവർ ആകണമെന്ന സ്വപ്നവുമായി നടന്നിരുന്നവൾ ഈ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങ് ലണ്ടനിലാണ്. അവളുടെ ആ ചരിത്ര ജീവിതം ഇപ്പോൾ ലണ്ടൻ ട്രാൻസ്പോർട്ട് മ്യൂസിയം ആഘോഷിക്കുകയാണ്. 50 വർഷങ്ങൾക്ക് മുൻപുള്ള ലോകത്തിലെ ആദ്യ വനിതാ ബസ് ഡ്രൈവറുടെ കഥയാണിത്. ലണ്ടൻ നഗരത്തിന്റെ തിരക്കേറിയ വീഥികളിലൂടെ യാത്രക്കാരെയും വഹിച്ച് നീങ്ങിയിരുന്ന ഒരു ബസിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഒരു ദിവസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി കയറിയിരുന്നു. ബസ്സിൽ ഉണ്ടായിരുന്നവർ പോലും അത്ഭുതപ്പെട്ട നിമിഷം. ഈ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ കഥയൊന്നുമല്ല. 50 വർഷം മുൻപ് ലണ്ടൻ നഗരത്തിൽ ഒരു വനിത സൃഷ്ടിച്ച ചരിത്രത്തെക്കുറിച്ചാണ്. ലണ്ടൻ പാസഞ്ചർ ബസ്സുകളുടെ ആദ്യ വനിതാ ഡ്രൈവറായ ജിൽ വിന്നർ മാരി. ഇന്നത്തെ ഒരു 8 വയസ്സുകാരിയോട് വലുതാകുമ്പോൾ എന്തായി തീരണമെന്ന് ചോദിച്ചാൽ അവളുടെ ഉത്തരങ്ങൾ ചിലപ്പോൾ ഒരു ബസ് ഡ്രൈവർ ആകണമെന്ന് കേട്ടാലും നമ്മൾ ആരും ആശ്ചര്യപ്പെടില്ല. എന്നാൽ സ്ത്രീകൾക്ക് പാസഞ്ചർ ബസ്സുകൾ ഓടിക്കാൻ അനുവാദം ഇല്ലാതിരുന്ന കാലത്ത് ജിൽ വിന്നറുടെ ബാല്യകാല സ്വപ്നം വിലക്കപ്പെട്ടിരുന്നു. പിന്നീട് 1974 മെയ് അവസാനം ജിൽ ഒരു ലണ്ടൻ ബസിന്റെ സ്റ്റിയറിംഗ് തിരിച്ച ആദ്യ വനിതയായി മാറി. ഏകദേശം 20 വർഷത്തെ അവളുടെ പാരമ്പര്യവും കരിയറും ഇപ്പോൾ ലണ്ടൻ ട്രാൻസ്പോർട്ട് മ്യൂസിയം ആഘോഷിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ ബസ് ഡ്രൈവർ ആകണമെന്നായിരുന്നു ജിൽ വിന്നിന്റെ സ്വപ്നം. 1974 മുൻപ് ചില സ്ത്രീകൾ ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ജില്ലാണ് ആദ്യ യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ബസിന്റെ ആദ്യ വനിതാ ഡ്രൈവർ ആയത്. തെക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ നോർബിറ്റൺ ഗാരേജിലായിരുന്നു ജിൽ സേവനമനുഷ്ഠിച്ചിരുന്നത്. 1993 വരെ അവർ അവിടെ ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. ഡ്രൈവറായി ജിൽ വന്ന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 30 സ്ത്രീകൾ ബസ്സുകൾ ഓടിക്കാൻ അപേക്ഷിച്ചുവെന്നാണ് അന്നത്തെ വിവരം. തുടർന്ന് 1980 ലണ്ടൻ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാരാകാൻ സ്ത്രീകളെ സജീവമായി റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ലണ്ടനിലേക്കുള്ള ട്രാൻസ്പോർട്ടിന്റെ എല്ലാ മേഖലകളിലും നിരവധി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടെന്നും ഒപ്പം സംഘടനയുടെ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ടെന്നും ജില്ലിന്റെ വിജയം ആഘോഷിക്കുന്ന ലണ്ടൻ ട്രാൻസ്പോർട്ട് മ്യൂസിയം പറയുന്നുണ്ട്. 1996 വിന്നർ അന്തരിച്ചു. ഇപ്പോൾ അവരുടെ ജീവിതം നിരവധി സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതിനാൽ കൂടിയാണ് ലണ്ടൻ ട്രാൻസ്പോർട്ട് മ്യൂസിയം അവരുടെ ജീവിതം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലണ്ടൻ പോലെ വളരെ വികസിതവും പുരോഗമനപരമായ ഒരു നഗരത്തിൽ പോലും സ്ത്രീ ഡ്രൈവർമാർ കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യാത്രക്കാരിലധികവും സ്ത്രീകളായിട്ട് പോലും എന്നും പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് ആനുപാതികമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും താരതമ്യേന കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ബസ് ഡ്രൈവർമാർ ആകുന്നുള്ളൂ എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ മനോഭാവം മാറുന്നതിനും സ്ത്രീകൾക്ക് കൂടുതൽ മേഖലകളിലേക്ക് കടന്നു വരാനും വേണ്ടിയാണ് മ്യൂസിയം ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരാനായി ചരിത്രം കുറിച്ച ജിൽ വിന്നറിനെയും ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന മ്യൂസിയം അധികൃതരെയും നമ്മൾ ഇന്ന് മാതൃകയാക്കേണ്ടത് തന്നെയാണ്.